തദ്ദേശ വാർഡ് വിഭജനത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിച്ചു. സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് ചെയർമാൻ. രത്തൻ ഖേൽക്കർ, കെ ബിജു, ഹരികിഷോർ, കെ വാസുകി എന്നിവരാണ് അംഗങ്ങൾ. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, തദ്ദേശ വാർഡ് വിഭജനത്തിനുള്ള കമ്മീഷനായിരിക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? തദ്ദേശ വാർഡ് വിഭജന ബിൽ കഴിഞ്ഞ ആഴ്ച നിയമസഭ പാസാക്കിയിരുന്നു. വാർഡ് വിഭജനം വേഗത്തിലാക്കാനാണ് സർക്കാർ തീരുമാനം. ഒരു വർഷമെങ്കിലും വേണ്ടിവരും നടപടികൾ പൂർത്തിയാക്കാൻ. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷനെയും നിയമിച്ചിട്ടുള്ളത്. തീരുമാനിച്ച് വിജ്ഞാപനം ഇറക്കിയത് 94 കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് തദ്ദേശ വാർഡുകളുടെ, പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും അതിർത്തികൾ നിശ്ചയിക്കാനുള്ള അധികാരം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വാർഡുകളുടെയും ഡിവിഷനുകളുടെയും വിഭജനവും അതിർത്തി നിർണ്ണയവും നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് കമ്മീഷന്റെ ചെയർമാൻ. ഡോക്ടർ രത്തൻ ഖേൽക്കർ, അദ്ദേഹം ഇൻഫർമേഷൻ IT ടെക്നോളജി വകുപ്പ് സെക്രട്ടറിയാണ്. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി കെ ബിജു, വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ഡയറക്ടർ ഹരികിഷോർ, ഗതാഗത വകുപ്പ് സെക്രട്ടറി കെ വാസുകി എന്നിവരാണ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാർഡ് വിഭജനം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാർ സമർപ്പിക്കും. 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ ശ്രമം. അടുത്ത തെരഞ്ഞെടുപ്പിൽ പുതിയ അതിർത്തികളുള്ള വാർഡുകളുമായാണ്, അതായത് 1200 തദ്ദേശ സ്ഥാപനങ്ങൾ വാർഡുകളിലും മിനിമം 1 വാർഡെങ്കിലും വർദ്ധിക്കും. ചിലയിടത്ത് 2 വാർഡുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ പുതുക്കിയ വാർഡുകളുമായാകും സംസ്ഥാനം തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതിനുവേണ്ടിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനെ സർക്കാർ നിയമിച്ചത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കോയമ്പത്തൂരിൽ മലയാളികളെ ആക്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. 2 പേർ പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. പട്ടിമറ്റം സ്വദേശി അസ്ലം സിദ്ദിഖും സംഘവുമാണ് ആക്രമണത്തിന് ഇരയായത്. വാഹനം ആക്രമിച്ചത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം. എറണാകുളം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി VS നവാസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവമുണ്ടായത്. സേലം കൊച്ചി ദേശീയപാതയിൽ കൂടി ബാംഗ്ലൂരിൽ നിന്നും തിരികെ നാട്ടിലേക്ക് കൊച്ചി പട്ടിമുറ്റത്തെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് 4 അംഗ മലയാളി സംഘം സഞ്ചരിച്ച കാറിന് നേരെ മുഖംമൂടി ധരിച്ചെത്തിയ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ആദ്യം ഇവരുടെ കാറ് ഒരു ഇന്നോവ കാറുമായി ഒരു ചെറിയതായി തട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ ഇന്നോവ കാറ് കുറച്ചല്പ ദൂരം കഴിഞ്ഞപ്പോൾ ഈ ഇന്നോവ കാറ് ഓവർടേക്ക് ചെയ്ത് ഈ 4 അംഗ സംഘം യുവാക്കൾ സഞ്ചരിച്ച കാറിന് മുന്നിലേക്ക് നിർത്തുകയും ചെയ്തു. ഇവർ ആദ്യം കരുതിയത് ഈ വാഹനം ഇടിച്ചതുകൊണ്ട് അത് ചോദിക്കാൻ വരുന്നതാണെന്ന്. പക്ഷേ ആ കാറിൽ നിന്ന് ഇറങ്ങിയ സംഘം മുഖംമൂടി ധരിച്ചവരായിരുന്നു. അവർ കയ്യിൽ മാരക ആയുധങ്ങളുമായി ഈ കാറിന്റെ ചില്ലടക്കം അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് 3 കാറുകളിലായാണ് 15 പേരടങ്ങുന്ന സംഘം ഇതിൽ ഉണ്ടായിരുന്നതായി ഈ യുവാക്കൾക്ക് മനസ്സിലാകുന്നത്. ഒപ്പം ഈ വാഹനം ഓടിച്ചിരുന്ന അസ്ലം സിദ്ദിഖി, പട്ടിമറ്റം സ്വദേശി അസ്ലം സിദ്ദിഖിയുടെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഈ നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാറിനെ മറികടന്നുകൊണ്ട് അതിവേഗത്തിൽ ഓടിച്ച് അടുത്തുള്ള ടോൾ ജംഗ്ഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ പോലീസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നൈറ്റ് പെട്രോളിംഗിനായി. പെട്ടെന്ന് പോലീസിനോട് ഈ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നീട് തമിഴ്നാട് പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാര്യം തിരക്കി. ഒപ്പം ഈ കാര്യങ്ങൾ വിശദമായി ഇവർ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. ഒപ്പം ഇവരുടെ കാറിലുണ്ടായിരുന്ന ക്യാമറയിലെ ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറി. വൈകുന്നേരം
എന്തായാലും വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി യുവാക്കൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ നിന്ന് പോലീസിന് പരാതി നൽകാനെത്തിയപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായ പ്രതികരണമാണ് ലഭിച്ചതെന്നും ഈ യുവാക്കൾ പറയുന്നുണ്ട്. അത് തമിഴ്നാട് പോലീസിന്റെ പരിധിയിലായതിനാൽ തങ്ങൾക്ക് കേസെടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷ വേണമെങ്കിൽ ഒരുക്കാം എന്നതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഇവരുടെ കയ്യിലുള്ള ഈ ദൃശ്യങ്ങളടക്കം പരിശോധിക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള പരാതി കൂടി യുവാക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഒരു കവർച്ച എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ സംഘം, ഈ 15 പേരടങ്ങുന്ന മുഖംമൂടി സംഘം എത്തിയതെന്നുള്ളൊരു നിഗമനത്തിലാണ് യുവാക്കൾ എത്തി നിൽക്കുന്നത്. അത് തന്നെയാണോ അതോ ഈ ആള് മാറിപ്പോയി, അതായത് ഈ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് വാഹനം മാറി ഇവർക്ക് നേരെയുള്ള അതിക്രമമാണോ എന്നുള്ളൊരു സംശയം കൂടി യുവാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. ഇതിൽ 4 പേരെ പോലീസിന്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്ന വിവരം. ഈ 4 പേരും മലയാളികളാണ്, പാലക്കാട് സ്വദേശികളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എന്തായാലും കൂടുതൽ പേരെയും കസ്റ്റഡിയിലെടുക്കും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. യുവാക്കളുടെ ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് വലിയ ഒരു അപകടത്തിൽ നിന്നും ഇവരെ രക്ഷിച്ചത്. പാലക്കാട് തൃത്താലയിൽ പോലീസ് എസ്ഐയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രധാന പ്രതി പോലീസ് പിടിയിൽ. ഞാങ്ങാട്ടിരി സ്വദേശി അലനാണ് ഉച്ചയോടെ പിടിയിലായത്. പരിക്കേറ്റ തൃത്താല ഗ്രേഡ് എസ്ഐ ശശികുമാർ ചികിത്സയിലാണ്. ശനിയാഴ്ച രാത്രി 11 മണിയോടെ തൃത്താല പരുതൂർ മംഗലത്ത് വാഹന പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് തൃത്താല എസ്ഐയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. എസ്ഐയുടെ ശരീരത്തിലൂടെ കാറ് കയറിയിറങ്ങി. അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിർത്താതെ പോയ വാഹനത്തിന്റെ നമ്പർ നാട്ടുകാരുടെ സഹായത്തോടെയാണ് കണ്ടെത്തിയത്. പരിശോധനയിൽ ഞാങ്ങാട്ടരി സ്വദേശി അഭിലാഷിന്റേതാണ് വാഹനമെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് അന്വേഷണം ഊർജിതമാക്കിയ തൃത്താല പോലീസ് ഇന്നുച്ചയോടെ കേസിലെ പ്രധാന പ്രതിയെ പിടികൂടി. സംഭവം നടക്കുമ്പോൾ കാർ ഓടിച്ചിരുന്ന അലനെയാണ് പിടികൂടിയത്. ഞാങ്ങാട്ടിരിയിൽ നിന്നാണ് അലൻ പിടിയിലായിരിക്കുന്നത്. അലന്റെ കൂടെ ഉണ്ടായിരുന്നവരെക്കുറിച്ചും രാത്രിയിൽ മംഗലത്ത് നടന്ന ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. മണൽ മാഫിയയ്ക്ക് വഴിവിട്ട സഹായം നൽകിയെന്ന പരാതിയിൽ കണ്ണൂരിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സ്ഥലം മാറ്റം. എസ്ഐ നിധിൻ എ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അനിഴൻ കെ, ഷാജി അകാരം പറമ്പത്ത്, കിരൺ കെ എന്നിവർക്കാണ് സ്ഥലം മാറ്റം. വിജിലൻസ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ജില്ലയിലെ പാനൂർ, കണ്ണവം, തലശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് സ്ഥലം മാറ്റിയത്. ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഇന്ന് സീനിയർ നേതാക്കന്മാരോടൊപ്പം ചുമതല ഏറ്റെടുത്തു. തൃശൂർ ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു പ്രത്യേക സാഹചര്യം ഇതെടുത്തു. നിങ്ങൾ എൻ്റെ കയ്യിൽ മൈക്ക് എടുത്തു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഇന്ന് രാവിലെ ചുമതലയേറ്റു. ജില്ലയിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചുമതലയേറ്റെടുത്തത്. ഇപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ ജില്ലയിലെ
ഏറ്റവും സമ്മതരായ നേതാക്കളുമായിട്ട് പിന്നീട് വിശദമായ ചർച്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുമായിട്ട് വളരെ വിശദമായ യോഗം നടത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ഒരു കനത്ത തിരിച്ചടിയാണെന്ന് സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെട്ടതാണ്. ആ തിരിച്ചടികളും തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന അപാകതകളും പോരായ്മകളും പരിശോധിക്കുന്നതിനായിട്ട് KPCC ഒരു സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഉപസമിതി ശ്രീ KC ജോസഫ് മുൻ MLA, അഡ്വക്കേറ്റ് T സിദ്ദീഖ് MLA, KPCC എക്സിക്യൂട്ടീവ് അംഗം ശ്രീ R ചന്ദ്രശേഖരൻ എന്നീ 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ്. ഈ സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ നേതാക്കളെ ഭാരവാഹികളെ നേരിട്ട് കാണുന്നതിന് 18-ാം തീയതി രാവിലെ 10 മണിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തുന്നതാണ്. ഈ കമ്മിറ്റിയുടെ അന്വേഷണം ആദ്യം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടാണ്. എന്താണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ, നമ്മളുടെ പരാജയത്തിനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ്? ജില്ലാ കമ്മിറ്റി അധ്യക്ഷനായ VK ശ്രീകണ്ഠൻ ചുമതലയേറ്റു എന്നുള്ള കാര്യം അറിയിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. തൃശൂർ കോൺഗ്രസിലെ ഭിന്നത പരിഹരിക്കുമെന്നും പാർട്ടി തൃശൂരിൽ നേരിട്ട തോൽവി പഠിക്കുമെന്നും പരിഹാരം കാണുമെന്നും പറയുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം. സർക്കുലർ കത്തിച്ചും കീറിയെറിഞ്ഞും വിമത വിഭാഗം പ്രതിഷേധിച്ചപ്പോൾ ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിൽ സർക്കുലർ വായിക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയിലേക്കെത്തി. ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിക്ക് പുറത്തും സമാന അന്തരീക്ഷമായിരുന്നു. എറണാകുളം കാഞ്ഞൂർ പള്ളിയിൽ അൾത്താരയും സംഘർഷവേദിയായി. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം സംബന്ധിച്ച അന്തിമമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന സഭയുടെ നേതൃത്വത്തിൻ്റെ അന്തിമമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന സർക്കുലറായിരുന്നു ഇന്ന് പള്ളികളിൽ വായിക്കാൻ നിശ്ചയിച്ചിരുന്നത്. ജൂലൈ 3-നകം ഈ തീരുമാനങ്ങൾ നടപ്പാക്കണം. അല്ലാത്ത പക്ഷം ഇത് നടപ്പാക്കാത്ത വൈദികരോ അല്ലെങ്കിൽ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കാത്ത വിശ്വാസികളോ ഈ സഭയുടെ ഭാഗമായിരിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുപ്രകാരം ഈ രീതിയിലേക്ക് ഏകീകരിച്ച കുർബാന ക്രമം അനുഷ്ഠിക്കാത്ത പുരോഹിതർക്ക് സഭയിൽ സ്ഥാനമുണ്ടാകില്ല. അവർ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന് ഇടവക വികാരിമാരുൾപ്പെടെയുള്ള അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് അവർ പുറത്തു പോകും. അതോടൊപ്പം തന്നെ അവർക്ക് വിവാഹം ഉൾപ്പെടെയുള്ള കൂദാശകൾ നടത്താനുള്ള അനുമതിയോ അതിന് സഭയുടെ നിയമസാധുതയോ ഉണ്ടായിരിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതാണ് സർക്കുലർ. 3-ാം തീയതിക്ക് ശേഷം ഈ രീതിയിലുള്ള ചടങ്ങുകൾ നടത്തുന്നതിന് ഇവർക്ക് വിലക്കുണ്ടാകും. അത് നടത്തിയാൽ പോലും അതിന് സാധ്യതയുണ്ടായിരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെയും ഈ രീതിയിലേക്ക് ഈ സഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ കുർബാന അർപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് വിശ്വാസികൾ ചെല്ലണം. എറണാകുളം അങ്കമാലി അതിരൂപതയാണ് ഈ സർക്കുലറിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് തന്നെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾക്ക് മറ്റ് രൂപതകളിലോ അതിരൂപതകളുമായോ ആണ് വിശ്വാസികൾ ബന്ധപ്പെടേണ്ടതെന്നായിരുന്നു സർക്കുലറിന്റെ നിർദ്ദേശം. സഭയുടെ പല നിർദ്ദേശങ്ങളും തള്ളുന്ന അതേ നിലപാട് തന്നെയാണ് ഇക്കുറിയും എറണാകുളം അങ്കമാലി അതിരൂപത സ്വീകരിച്ചത്. ബഹുഭൂരിപക്ഷം പള്ളികളിലും ഇത് വായിച്ചില്ല. ചിലയിടങ്ങളിലെല്ലാം തന്നെ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു. സർക്കുലർ പലയിടങ്ങളിലും കത്തിക്കുകയും അതോടൊപ്പം തന്നെ അത് കീറി എറിയുകയും എല്ലാം തന്നെ പലയിടങ്ങളിലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം വിമത വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ സർക്കുലർ കത്തിക്കുകയും അതോടൊപ്പം ഇത് പരസ്യമായിട്ട് തന്നെ വലിച്ചു കീറുന്ന ഒരു നിലപാടിലേക്കെല്ലാം തന്നെ ഇത് പോവുകയും ചെയ്തു. വിശ്വാസികൾ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ ഇത് തങ്ങൾക്ക് വായിച്ചു കേൾക്കേണ്ടതാണ് എന്ന രീതിയിലേക്ക് നിലപാടെടുക്കുകയും ചെയ്തത് പലയിടത്തും സംഘർഷത്തിലേക്ക് നീങ്ങി. ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന പള്ളിക്ക് മുന്നിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ പോലീസിന് ഇടപെടേണ്ട ഘട്ടം വന്നു. പള്ളിക്ക് പുറത്തു നിന്നുകൊണ്ട് വിശ്വാസികൾ, ഔദ്യോഗിക വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന വിശ്വാസികൾ ഇത് സർക്കുലർ വായിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിമത വിഭാഗത്തിൽ ഒരു ഭാഗം വിശ്വാസികൾ ഇവിടേക്ക് വരികയും തങ്ങളിതിനെ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾ ഇടപ്പള്ളി പള്ളിക്ക് മുന്നിലുണ്ടായി. എറണാകുളം കാഞ്ഞൂരിലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ഇവിടെ പള്ളിക്കകത്താണ് സംഘർഷം ഉണ്ടാവുന്നത്.
വൈദികൻ സർക്കുലർ വായിക്കാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഔദ്യോഗിക വിഭാഗത്തിൽപ്പെടുന്ന വിശ്വാസി ഇവിടേക്ക് വരികയും അൾത്താരയിൽ കയറി നിന്ന് അത് വായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ വിമത വിഭാഗം ഇത് എതിർത്തുകൊണ്ട് അൾത്താരയ്ക്കകത്തേക്ക് കയറുകയും അവിടെ നിന്ന് ഇദ്ദേഹത്തെ വലിച്ച് നീക്കുകയും ചെയ്തു. തന്നെ മർദ്ദിച്ചു എന്നാണ് ഈ വിശ്വാസിയുടെ പരാതി. അത് ഇടവക വികാരിയുടെ നിർദ്ദേശപ്രകാരമാണ് തന്നെ മർദ്ദിച്ചതെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരിടം ഉദയംപേരൂർ സുനഹദോസ് പള്ളിയാണ്, വലിയ ചരിത്രമുറങ്ങുന്ന പള്ളിയാണ്. അവിടെയും സംഘർഷമുണ്ടാകുന്നു. സർക്കുലർ വായിക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വാസികൾ എഴുന്നേറ്റു. ഇതിനെ എതിർത്തുകൊണ്ട് മറുവിഭാഗവും വന്നു. പള്ളിക്കകത്ത് വലിയ രീതിയിൽ സംഘർഷമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇങ്ങനെ പലയിടങ്ങളിലും ഈ രീതിയിൽ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ജൂലൈ 3 എന്ന അന്ത്യശാസനം നൽകിയിരിക്കുന്ന തീയതി നിലനിൽക്കുന്നുണ്ട്. വിവാഹമടക്കമുള്ള കൂതാശകൾ നടത്തിക്കൊടുക്കുന്നതിന് ഒരു വിലക്ക് പിന്നീട് ഉണ്ടാകും. കാരണം ഏകീകരിച്ച കുർബാനക്രമം, സിനഡ് നിർദ്ദേശിച്ച കുർബാനക്രമം നടപ്പാക്കുമെന്ന നിലപാടിൽ തന്നെയാണ് സഭാ നേതൃത്വമുള്ളത്. ഇനിയിപ്പോൾ സിനഡ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നടക്കുന്ന സിനഡ് ഇക്കാര്യങ്ങളിൽ എന്ത് തീരുമാനം എടുക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശികൾക്ക് കണ്ണീരിൽ കുതിർന്ന വിട. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെയും പായിപ്പാടി സ്വദേശി ഷിബുവിന്റെയും മൃതദേഹം സംസ്കരിച്ചു. പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ സംസ്കാരം നാളെയാണ്. ഇന്ന് 2 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് കോട്ടയത്ത് ഉണ്ടായിരുന്നത്. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെയും പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെയും സംസ്കാരം. 2 മൃതദേഹങ്ങളും ഇന്ന് രാവിലെയാണ് മോർച്ചറിയിൽ നിന്ന് വീടുകളിലേക്ക് കൊണ്ടുവന്നത്. രാവിലെ 7:30യോടുകൂടി ശ്രീഹരിയുടെ മൃതദേഹം വീട്ടിൽ എത്തിച്ചു. ഏതാണ്ട് 1 മണിയോടുകൂടി വായ്ക്കരി ഇടുന്നത് അടക്കമുള്ള അന്ത്യശുശ്രൂഷ കർമ്മങ്ങൾ തുടങ്ങി. 1:30യോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുകയും ചെയ്തു. സഹോദരനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സമാനമാണ്. രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഷിബു വർഗീസിന്റെ മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പായിപ്പാട്ടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. 11:30യോടുകൂടി പാരിഷ് ഹാളിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ മുതൽ തന്നെ പല ഘട്ടങ്ങളായുള്ള ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. തുടർന്ന് പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയായത്. വലിയ ജനാവലിയാണ് 2ഇടത്തും ഉണ്ടായത്. ഇവരെ നേരിട്ട് അറിയുന്നവർ മാത്രമല്ല, ഈ ഒരു ദുരന്തത്തിന്റെ കേട്ടറിഞ്ഞ് ഈ മനുഷ്യരെ, ഈ വീട്ടുകാരെയൊക്കെ ഒന്ന് സാന്ത്വനിപ്പിക്കാനടക്കം നിരവധി മനുഷ്യർ ഈ വീടുകളിലേക്ക് ഒക്കെ ഒഴുകിയെത്തി. സംസ്കാര ശുശ്രൂഷ ചടങ്ങുകളിലേക്കും ഒഴുകിയെത്തി. ഈ കുടുംബാംഗങ്ങളടക്കം വളരെ വേദനയോടുകൂടി ഈ ഒരു ചടങ്ങിൽ ഈ ഒരു രാവിലെ മുതൽ തന്നെ കാണപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ബന്ധുക്കളും സുഹൃത്തുക്കളുടെയൊക്കെ സാഹചര്യവും സമാനമായിരുന്നു. വിങ്ങിപ്പൊട്ടി മനുഷ്യർ കഴിയുന്ന സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP, ജോസ് കെ മാണി MP ഉൾപ്പെടെ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും ഈ സംസ്കാര ചടങ്ങിന് മുന്നോടിയായി ഈ വീടുകളിൽ എത്തിയിട്ടുണ്ട്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച തോമസ് സി ഉമ്മന് ജന്മനാടായ മേപ്രാൽ കണ്ണീരോടെ വിട നൽകി. വൈകിട്ട് 4:30 മേപ്രാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിലായിരുന്നു സംസ്കാരം. ഇന്നലെ വൈകിട്ട് വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു സംസ്കാരം. മന്ത്രി വീണ ജോർജ്, ആന്റോ ആന്റണി MP, മുൻ MLA രാജു എബ്രഹാം, CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, ജനപ്രതിനിധികൾ എന്നിവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കുവൈറ്റ് അപകടത്തിൽ മരിച്ച കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെയും മല്ലപ്പള്ളി സ്വദേശി സിബിൻ എബ്രഹാമിന്റെയും സംസ്കാരം നാളെ നടക്കും. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് വിമർശനം. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി. നവകേരള സദസ്സിലെ ധൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിനെതിരാക്കി. ഹൈന്ദവ വിഭാഗത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞതും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന് തുറന്നടിച്ച് തോമസ് ഐസക്. പാർട്ടി പാർട്ടിക്കാരുടേതല്ല, ജനങ്ങളുടേതാണ്. പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയം തീരുമാനിച്ചെടുക്കണം. തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണമെന്നും സൈബർ സഖാക്കൾ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുകയാണെന്നും തോമസ് ഐസക് വിമർശിച്ചു.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കെ 5 ദിവസം നീണ്ടുനിൽക്കുന്ന CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയും തുടരും. തുടർന്ന് 3 ദിവസമാണ് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടി നേതൃത്വം അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കം ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായി എന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്.